ഹായ് ഗായ്സ്, വണക്കം, നമസ്കാരം. നമസ്തേ. ഞാൻ നിങ്ങളുടെ ശ്രീഹരി നോട്ട് റിവ്യൂ എന്ന സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സിനിമയുടെ പേരാണ് വിഷ്ണു അരവിന്ദ് ഡയറക്റ്റ് ചെയ്ത, ഷർഫുദ്ദീൻ, ജഗദീഷ് ഏട്ടൻ, അസീസ് നെടുമങ്ങാട്, പിന്നെ ശ്രീജയ നായർ, കല്യാണി പണിക്കർ എന്നിവർ പ്രധാന കഥാപാത്രത്തിൽ അവതരിപ്പിക്കുന്ന മധുവിധു. ഒരു പക്ക ഫീൽ ഗുഡ് കോമഡി ഡ്രാമ, ഒരു സ്വീറ്റ് മൂവി എന്നൊക്കെ പറയില്ല. നമ്മൾ ഭയങ്കര ടെൻഷനോ ഭയങ്കര കോംപ്ലിക്കേഷനോ ഒന്നുമില്ലാത്ത ഒരു ഭയങ്കര ഫണ്ണായിട്ട് പോകുന്ന, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ആ ഒരു വൈബിൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് മധുവിധു. എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിത് പോകാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഷർഫുദ്ദീൻ. കാരണം ഷർഫുദ്ദീൻ്റെ ഫാമിലി സിനിമകളൊന്നും അല്ലെങ്കിൽ ഇതേപോലത്തെ ഫീൽ ഗുഡ് പടം ഒന്നും എനിക്ക് അങ്ങനെ ഒരു നിരാശ തന്നിട്ടില്ല. അതിപ്പം പ്രിയ നോട്ടത്തിലാണെന്ന് പറയുന്ന സിനിമയാണെങ്കിലും, അത് കഴിഞ്ഞിട്ട് തോൽവി FC എന്ന് പറയുന്ന പുള്ളി ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, മധുര മനോഹര മോഹൻ, ഒരു ഹൊറർ ടച്ച് ഉണ്ടെങ്കിൽ പോലും ഹലോ മമ്മി, അങ്ങനെ പുള്ളിയുടെ ഒരു ബഞ്ച് ഓഫ് സിനിമകൾ ഉണ്ട്. എനിക്കൊന്ന് ഭാവനയുടെ കൂടെ ഒക്കെ പുള്ളി ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല സിനിമകളാണ്. ഫീൽ ഗുഡ് പടം, പുള്ളിയുടെ ഫീൽ ഗുഡ് പടം എന്ന് പറഞ്ഞാൽ മിനിമം ഗ്യാരണ്ടിയാണ്. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ പോയത്. പിന്നെ നമ്മുടെ കൂടെ ജഗദീഷ് ഏട്ടനുണ്ട്, അസീസ് ഏട്ടനുണ്ട്, അവരെല്ലാം തകർത്താടിയിട്ടുണ്ട്. ഈ അസീസ് ഏട്ടനൊക്കെ ഒരു പരിപാടി, പുള്ളിയുടെ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. ഭയങ്കര കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. സായികുമാർ സാറുണ്ട്, പുള്ളിയും അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറാണ്. പുള്ളി നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. കല്യാണി പണിക്കറിൻ്റെ ഫസ്റ്റ് പടമാണ്. പുള്ളിക്കാരിയും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല കിഡിലുമായിട്ട് സിനിമയിൽ ഒക്കെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് 2K അനിയൻ എന്ന് പറയുന്നത്, ഞാൻ പുള്ളിയെ ഡിയർ സ്റ്റുഡൻസ് എന്ന് പറയുന്ന സിനിമേൻ്റെ ടീസറിൽ കണ്ടിട്ടുണ്ട്. അതിനകത്ത് എനിക്കൊന്നൊരു സെൻട്രൽ ക്യാരക്ടറായിട്ടാണ് പുള്ളി വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സിനിമയിലാണ് പുള്ളി കാണുന്നത്, ഈ ഷർഫുദ്ദീൻ്റെ അനിയൻ ക്യാരക്ടറായിട്ട് വിമൽ രാജ് എന്ന് പറയുന്നൊരു ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. അതും ആ പുള്ളിയും കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു മൊത്തത്തിലൊരു നല്ല കിടിലം പടം, നല്ല ഫാമിലി ആയിട്ട് പോയിരുന്ന് കണ്ട് നമുക്ക് സമാധാനത്തോടെ ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇതിൻ്റെ കഥയിലോട്ട് പോകുമ്പോഴത്തേക്ക് കഥ വളരെ സിമ്പിളാണ്. നമ്മൾ പലയിടത്തും കണ്ട, അല്ലെങ്കിൽ പല സീരിയലാണെങ്കിലും സിനിമയാണെങ്കിലും സീരീസ് ആണെങ്കിലും കണ്ട ഒരു പ്ലോട്ടാണ്, ഒരു ബേസ് പ്ലോട്ട് അത് തന്നെയാണ്. പക്ഷെ അതിൽ ഇവർ കുറച്ച് മാറ്റം വരുത്തി ഇതിനകത്ത് ഇൻ്റർവെല്ലിലോട്ട് വരുന്ന സമയത്ത് ഒരു വ്യത്യസ്തമായ ഒരു ട്വിസ്റ്റൊക്കെ കൊണ്ടുവന്ന് ക്ലൈമാക്സിലോട്ട് അടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു ക്ലൈമാക്സ് ഒക്കെ ആയിട്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മ്യൂസിക് പാർട്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹിഷാം അബ്ദുൽ വഹാബാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ആണെങ്കിലും അതിൻ്റെ സോങ്സും എനിക്ക് ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ നമുക്ക് ഫാമിലി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു ഫാമിലി എൻ്റർടൈനർ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് പടം. അതാണ് മധുവിധു. എനിക്ക് സിനിമ പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കാം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.